പരാതി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അടൂർ പ്രകാശിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അതേ പ്രവർത്തനമാണ് ബിജു രമേശിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലാകെ സെറ്റിൽമെന്റുകളിൽ പ്രത്യേകമായി സെറ്റിൽമെന്റുകളിൽ പൈസ എത്തിക്കുന്ന പ്രവർത്തനം നടത്തുകയാണ്. അത് തുടർച്ചയായി നടക്കുന്ന വിവരം നമ്മുടെ പഞ്ചായത്തിലും വിവിധ സ്ഥലങ്ങളിൽ എത്തിയ വിവരം കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. അതിന്റെ ഭാഗമായി ഞങ്ങളുടെ പ്രവർത്തകരെ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരെ ഒരാഴ്ച കൊണ്ട് അവരവിടെ ഉണ്ട്. അവർ ഇനിയുള്ള ദിവസങ്ങളിലും അവിടെ കാണും. അപ്പോൾ അവിടത്തേക്ക് വേണ്ടി പൈസ കൊണ്ടുവരികയും അവിടെ അത് കൈമാറുന്നതിനിടയ്ക്ക് നമ്മുടെ പ്രവർത്തകർ അവരെ തടയുകയും ചെയ്തു. ആ തടയാൻ പോയ രണ്ട് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. അതിനിടയ്ക്ക് അവിടെ നിന്ന് ബൈക്കിൽ വന്ന ഒരാൾ ഒരു ബാഗിലെ പണം കൊണ്ടുപോവുകയും അതിൽ കുറച്ച് പണം അവിടെ ഈ സുരേഷ് എന്ന് പറയുന്ന ആളുടെ കൈമാറ്റം ചെയ്യുകയും അയാൾ അതുകൊണ്ട് വീടിനകത്ത് കൊണ്ട് കയറുന്നതും നമ്മുടെ പ്രവർത്തകർ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഇവിടെ പ്രവർത്തകർ കൂടിയതിനു ശേഷം ബിജു രമേശും കൂടെ വന്ന ആളുകൾ കൂടി നേരെ സുരേഷിന്റെ വീട്ടിനകത്ത് പോകുന്നതാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. അതിന്റെ ഭാഗമായി തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ എത്തി. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ വൈകിയാണ് പോലീസ് എത്തിയത്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകളെത്തി. അവർ പരിശോധന വയ്ക്കുമ്പോൾ അതിനകത്തൊരു വെട്ടുകത്തിയാണ് ബിജു രമേശിന്റെ കാറിൽ നിന്ന് കണ്ടിട്ടുള്ളത്. പണം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ബിജു രമേശിനെയും ആ വാഹനവും അയാളെ കൂടെ വന്ന ആളുകളെയും അരുവിക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നമ്മളിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ഇത് കൃത്യമായി അന്വേഷിക്കണം. ഇത് തുടർച്ചയായി നടത്തുന്ന പാവങ്ങളായ സെറ്റിൽമെന്റിലെ ആളുകളെ പറ്റിക്കാൻ അവർക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങി ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഈ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കുകയും അതിന് വ്യക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് എന്ത് മാനദണ്ഡത്തിലാണ് ഇനി തുടർ നടപടി എന്നുള്ളത് കൂടി പോലീസ് നമ്മളടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നിലവിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്.